ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെവൽസ് ഓഫ് പ്ലേഗറിസം ആൻഡ് പെനാലിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. സോ നമുക്ക് ആദ്യം എന്താണ് പ്ലേഗറിസം എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ടീച്ചേഴ്സ് അസൈൻമെൻറ്റ്സ് എല്ലാം ചെയ്യാൻ വേണ്ടി തരാറുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുക, അത് തന്നിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബുക്സ് ഒക്കെ റെഫർ ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ക്ലബ് ചെയ്തിട്ട് അസൈൻമെൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള കുറച്ച് പേര് എന്താ ചെയ്യുക, ഫ്രണ്ട്സ് എഴുതി കൊണ്ടുവന്ന അസൈൻമെൻറ്റ്സ് കോപ്പി ചെയ്തിട്ട് അവരുടെ പേര് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യും ഇല്ലേ. അങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ ഒരു റിസർച്ചറാണ് വിചാരിക്കുക, അതായത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതുപോലെ, അതായത് മറ്റൊരാൾ ചെയ്തൊരു വർക്ക് കോപ്പി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു റിസർച്ചർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതായത് ഒരു റിസർച്ചർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്, റൂൾസ് അല്ലെങ്കിൽ നോംസ് ഉണ്ട്. റിസർച്ച് എത്തിക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഒരു റിസർച്ച് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റിസർച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ വരുന്ന ഒന്നാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് കേസ് പറഞ്ഞ പോലെ തന്നെ, അതായത് മറ്റൊരാൾ ചെയ്തൊരു വർക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ കോപ്പി ചെയ്യാണ്. ഇപ്പോൾ റിസർച്ചിൻ്റെ കേസിലാണെങ്കിൽ മറ്റൊരാൾ ചെയ്ത റിസർച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അയാളുടെ കുറച്ച് ഐഡിയാസോ അല്ലെങ്കിൽ അയാളുടെ കുറച്ച് വേർഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെഫറൻസിൽ ആ ഒരു ഒറിജിനൽ വർക്ക് ആരുടെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് ആ ഒരു പേര് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്ലേഗറിസം എന്ന് പറയുന്നത്. ഇത് ഒരു തരത്തിലൊരു ഇന്റലക്ച്വൽ തെഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കോപ്പി അടിക്കൽ തന്നെയാണ്. അതായത് നമ്മൾ മറ്റൊരാളുടെ വർക്ക് എന്നല്ലേ നമ്മൾ എടുക്കുന്നത്, കട എടുക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അയാളുടെ പേരൊന്നും എവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇന്റലക്ച്വൽ തെഫ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സ്, കോപ്പിങ് ആൻഡ് യൂസിങ് സമ്മൺസ് ഐഡിയാസ് ആൻഡ് വർക്ക് ആസ് ദെയർ ഓൺ വിതൗട്ട് റെഫറിങ് ടു ഓർ ക്രെഡിറ്റിംഗ് ദി സോഴ്സ് ഈസ് പ്ലേഗറിസം. മറ്റൊരാളുടെ ഐഡിയാസ് അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഒറിജിനൽ വർക്ക് ആരുടെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെഫർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. ഇത് അക്കാദമിക്സിലും റിസർച്ചിലൊക്കെ ഇപ്പോൾ കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് പ്ലേഗറിസം. ഇനി പ്ലേഗറിസത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പ്ലേഗറിസം, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേഗറിസം, പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലേഗറിസം ചെക്കർ ടൂൾസ്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ലെവൽസ് ഓഫ് പ്ലേഗറിസം അതുപോലെ തന്നെ പെനാലിറ്റീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ലെവൽസ് ഓഫ് പ്ലേഗറിസത്തിനെ പറ്റി നോക്കാം. സോ ലെവൽസ് ഓഫ് പ്ലേഗറിസം ആസ് പെർ UGC റെഗുലേഷൻ 2018. അപ്പോൾ UGC റെഗുലേഷൻ 2018 അനുസരിച്ചിട്ട് പ്ലേഗറിസത്തിന് 4 ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 ലെവൽസ് എന്ന് പറയുമ്പോൾ ലെവൽ 0 തൊട്ടിട്ട് ലെവൽ 3 വരെയാണ് ഈ 4 ലെവൽസ് എന്ന് പറയുന്നത്. തെറ്റിപ്പോകരുത് കേട്ടോ, 4 ലെവൽസ് ഉണ്ട്, പക്ഷെ 0 മുതൽ 3 വരെ ഉള്ളൂ. 4 എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ ഇല്ല. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 0 ആണ്. അതായത് സിമിലാരിറ്റീസ് അപ് ടു 10%. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക, അതായത് ഇപ്പോൾ ഒരു റിസർച്ച് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ സബ്മിറ്റ് ചെയ്ത ഈ പേപ്പർ എന്നുള്ളത് അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. പ്ലേഗറിസം ചെക്കർ ടൂൾസ് വെച്ചിട്ട്, അതായത് ഇപ്പോൾ ടേർണിറ്റിനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേഗറിസം ചെക്കർ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേഗറിസം എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ലെവൽ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 10%, അപ് ടു 10% ആണെങ്കിൽ അത് ലെവൽ 0യിലാണ് വരിക. അതായത് മൈനർ സിമിലാരിറ്റീസേ ഉള്ളൂ, പെനാലിറ്റി ഒന്നും ചാർജ് ചെയ്യില്ല. ഓക്കെ, ഇനി സിമിലാരിറ്റീസ് എബവ് 10% കൂടുതലുണ്ട്, അപ് ടു 40%, 10 to 40%-നുള്ളിലാണ് വരുന്നതെങ്കിൽ അത് ലെവൽ 1 ആണ്. ഓക്കെ, ഇനി സിമിലാരിറ്റീസ് എബവ് 40 to 60 ആണെന്ന് വിചാരിക്കുക, അത് ലെവൽ 2 ആണ്. സിമിലാരിറ്റീസ് എബവ് 60% ആണെങ്കിൽ അത് ലെവൽ 3 ആണ്. ഓക്കെ, അപ്പോൾ ലെവൽ 0 മുതൽ ലെവൽ 3 വരെയുള്ള 4 ലെവലുകളാണ് ഉള്ളത്. ഈ ഒരു സ്ലൈഡ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതിലെ പോയിന്റ്സ് ഒന്ന് നന്നായിട്ട് നോക്കണം. കാരണം എന്താ വെച്ചാൽ നെറ്റ് എക്സാമിന് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നന്നായി കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പെനാലിറ്റീസിനെ പറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന പെനാലിറ്റി ഇൻ കേസ് ഓഫ് പ്ലേഗറിസം ഇൻ സബ്മിഷൻ ഓഫ് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ്റെ കേസാണ്. അപ്പോൾ ആദ്യം എന്താണ് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ, തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. തീസിസ് എന്ന് പറയുന്നത് റിസർച്ച് പേപ്പർ ആണ്. നമ്മളിപ്പോൾ PG ലെവലിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ഏരിയനെ പറ്റി സ്റ്റഡി ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന റിസർച്ച് പേപ്പറിനെയാണ് സാധാരണ തീസിസ് എന്ന് പറയുന്നത്. ഇനി ഡിസർട്ടേഷൻ ആവുന്ന സമയത്ത്
അത് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ച് പേപ്പറാണ്. അതായത് നമ്മളിപ്പോൾ PhDയുടെ ഭാഗമൊക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, അതായത് ഒറിജിനൽ റിസർച്ച് കണ്ടക്ട് ചെയ്ത കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് എന്താ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് PhDയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ്റെ കേസിൽ പെനാൽറ്റി എങ്ങനെയാണ് വരുന്നത്, പ്ലേഗറിസം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെനാൽറ്റി ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ പെനാൽറ്റി എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇൻറ്റഗ്രിറ്റി പാനലാണ്, IAIP ആണ്, UGC അല്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇൻറ്റഗ്രിറ്റി പാനൽ IAIP ആണ് ഈ പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽ 0 നമ്മൾ പറഞ്ഞു, ലെവൽ 0 എന്ന് പറയുന്നത് അപ് ടു 10% ആണ് വരുന്നതെങ്കിൽ, പ്ലേഗറിസം വരുന്നതെങ്കിൽ മൈനർ സിമിലാരിറ്റി ആണ്, പെനാൽറ്റി ഒന്നും ചാർജ് ചെയ്യില്ല. ഇനി ലെവൽ 1 എന്ന് പറയുന്നത് എബവ് 10% അപ് ടു 40%. ആ ഒരു കേസിൽ സച്ച് സ്റ്റുഡൻറ് ഷോൾ ബി ആസ്ക്ഡ് ടു സബ്മിറ്റ് എ റിവൈസ്ഡ് സ്ക്രിപ്റ്റ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരിയഡ് നോട്ട് എക്സീഡിങ് 6 months. അതായത് ഒരു 6 monthsന്റെ ഉള്ളിൽ പ്ലേഗറിസം ലെവൽ എന്ന് പറയുന്നത് 10 to 40% വരികയാണെങ്കിൽ എന്താണ്, നോട്ട് എക്സീഡിങ് 6 monthsന്റെ ഉള്ളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ട് എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ ഒരു സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് നോട്ട് എക്സീഡിങ് 6 months, 6 monthsൽ കൂടില്ല, അപ്പോൾ അതിനുള്ളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലെവൽ 2 ആണെങ്കിൽ, ലെവൽ 2 എന്ന് പറയുന്നത് സിമിലാരിറ്റീസ് എബവ് 40% അപ് ടു 60% ആണ്. ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ സച്ച് എ സ്റ്റുഡൻറ് ഷോൾ ബി ഡീബാർഡ് ഫ്രം സബ്മിറ്റിംഗ് എ റിവൈസ്ഡ് സ്ക്രിപ്റ്റ് ഫോർ 1 year. ഒരു വർഷത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യുന്ന പറയുന്നത്, ഡീബാർ ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു വർഷത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് റിവൈസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ലെവൽ 3 എന്ന് പറയുമ്പോൾ സിമിലാരിറ്റീസ് എബവ് 60% ആണ്. അങ്ങനത്തെ ഒരു കേസിൽ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യും, ആ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ലെവൽസ് വരുന്നത്, 0 മുതൽ 3 വരെയുള്ള 4 ലെവൽസ് വരുന്നത്, ലെവൽസ് റിലേറ്റഡ് പെനാൽറ്റീസും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പെനാൽറ്റീസിനെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ റിലേറ്റഡ് പെനാൽറ്റീസ് ആണ് പറഞ്ഞത്. ഇനി പറയുന്നത് അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പെനാൽറ്റീസ് ആണ്. ഈ അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതലും സബ്മിറ്റ് ചെയ്യുന്നത് റിസർച്ചേഴ്സ്, സയൻറ്റിസ്റ്റ്, അക്കാദമിഷ്യൻസ് അങ്ങനെയുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ റിലേറ്റഡ് ഈ സെയിം ലെവൽസ് തന്നെയാണ്, ലെവൽ 0, ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3 തന്നെയാണ് ഉള്ളത്. അപ്പോൾ ലെവൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലാരിറ്റി അപ് ടു 10% തന്നെയാണ്. ആ ഒരു കേസിൽ മൈനർ സിമിലാരിറ്റി ആണ്, പെനാലിറ്റി ഒന്നും ഇല്ല. ഇനി ലെവൽ 1 ആണെങ്കിൽ 10 to 40%-നുള്ളിലാണ്. ആ ഒരു കേസിൽ എന്ത് ചെയ്യും, ഈ അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ്റെ മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യും, ഷോൾ ബി ആസ്ക്ഡ് ടു വിഡ്രോ ചെയ്യാൻ വേണ്ടി പറയും. 10 to 40%-നുള്ളിൽ വരികയാണെങ്കിൽ ആ മാനുസ്ക്രിപ്റ്റ് എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യണം. ഓക്കെ, ഇനി ലെവൽ 2 അതായത് 40 to 60%-നുള്ളിലാണ് വരുന്നതെങ്കിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മാനുസ്ക്രിപ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, വിഡ്രോ ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ ഷോൾ ബി ഡെനീഡ് എ റൈറ്റ് ടു 1 annual increment, 1 annual increment കട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോൾ നോട്ട് ബി അലൗഡ് ടു ബി എ സൂപ്പർവൈസർ ടു എനി ന്യൂ മാസ്റ്റേഴ്സ്, MPhil, PhD സ്റ്റുഡൻറ് ഓർ സ്കോളർ ഫോർ എ പീരീഡ് ഓഫ് 2 years. ഇയർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 annual ഇൻക്രിമെൻറ്റും 2 yearsന് PG ലെവലിലുള്ളതും അതുപോലെ MPhil ആണെങ്കിലും PhD സ്റ്റുഡൻസിനെ ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കില്ല 2 yearsന്. ഓക്കെ, ഇതാണ് ലെവൽ 2 എന്ന് പറയുന്നത്. ഇനി ലെവൽ 3 ആണെങ്കിൽ സിമിലാരിറ്റീസ് എബവ് 60% ആണ്. ഈ ഒരു കേസിൽ ഈ പറഞ്ഞ പോലെ മാനുസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. അതുപോലെ ഇവിടെ ഈ ഒരു കൂടുകയാണ്, 2 successive annual increments കട്ട് ചെയ്യും, ഡെനി ചെയ്യും. 2 successive, നേരത്തെ 1 ആണ് പറഞ്ഞത്, ഇപ്പോൾ 2 ആണ്. 2 successive annual increments ഡെനി ചെയ്യും. അതുപോലെ ഇവിടെ വരുമ്പോൾ 3 yearsന് PG അതുപോലെ MPhil, PhD സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻസിൻ്റെ കേസിൽ പ്ലേഗറിസം ഡിറ്റക്ട് ചെയ്താലുള്ള പെനാൽറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലെവൽസ് ഓഫ് പ്ലേഗറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ആസ് പെർ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ റെഗുലേഷൻ ഓൺ പ്ലേഗറിസം 2018, പ്ലേഗറിസം ഓഫ് 42% സിമിലാരിറ്റി ഈസ് കൺസിഡർ ആസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ ഓഫ് പ്ലേഗറിസം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആ ലെവൽസ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ. അതായത് ഫസ്റ്റ് 0 ലെവൽ എന്ന് പറയുന്നത് അപ് ടു 10% ആണ്. അത് കഴിഞ്ഞ് ലെവൽ 1 എന്ന് പറയുമ്പോൾ 10 to 40, ലെവൽ 2 എന്ന് പറയുമ്പോൾ 40 to 60. അപ്പോൾ അതിലാണ് ഈ 42% വരുന്നത് അല്ലേ. അപ്പോൾ അത് ലെവൽ 2 ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ C ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലേഗറിസം ആദ്യം എന്താണ് പ്ലേഗറിസം എന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്ലേഗറിസം പറഞ്ഞു, പെനാലിറ്റീസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലേഗറിസത്തിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൽ പക്ഷേ നമ്മൾ ലെവൽസും അതുപോലെ പെനാൽറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.